Hello. Welcome to Market Discussion of the Day. Today, 11th of March 2026, Wednesday ആണ്. സോ അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യു എസിൽ നിന്ന് CPI ഡേറ്റ വരും എന്നുള്ളതാണ്. ഓക്കെ, സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ബാച്ച് അടുത്ത ആഴ്ച വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് ബേസിക്സ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. എടുത്ത് ഓർമ്മിപ്പിച്ചു പോകുന്നു. 7 ദിവസത്തെ ക്ലാസ് ആയിരിക്കും. രാത്രി 8:30 മണിക്കായിരിക്കും ക്ലാസ് നടക്കുന്നത്. മൺഡേ ടു ഫ്രൈഡേ. ആ ഒരു സമയത്ത് ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ മാത്രം മെസ്സേജ് അയക്കുക എന്നുള്ളത് എൻ്റെ റിക്വസ്റ്റ് മാത്രമാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽസ് സൈഡ്, നമുക്ക് ഒരുപാട് പൊളിറ്റിക്കലായിട്ടുള്ള ഇഷ്യൂസ് നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം അറിയാം. പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കി കാണേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മളുടെ ഇന്നത്തെ വരാൻ പോകുന്ന ഡേറ്റ തന്നെയാണ്. ഓക്കെ, സോ ഇന്ന് UK ടൈമിംഗ് ഇന്ത്യൻ ടൈമിംഗ് 6 മണിക്ക് നമുക്ക് CPIയുടെ ന്യൂസ് വരുന്നുണ്ട്. ഓക്കെ, US നിന്ന് വരുന്നുണ്ട്. ഇത് ഡയറക്റ്റ്ലി എല്ലാത്തിനെയും നമ്മളുടെ മേജർ കറൻസീസിനെയും അതേപോലെ ഗോൾഡിനെയും ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യാൻ പോകുന്നതും ഈ ഒരു ന്യൂസ് തന്നെ ആയിരിക്കും. ഓക്കെ, സോ ആ ഒരു സമയത്തിന് മുന്നേ ആയിട്ട് മിനിമം ഒരു വൈകുന്നേരം ഒരു 5 മണിക്ക് മുന്നേ ആയിട്ടെങ്കിലും മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, സോ ഒരുപാട് ഒരുപാട് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അറിയാം. പക്ഷേ അതൊന്നും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് അവിടുന്ന് ട്രംപ് എന്തെങ്കിലും വിളിച്ച് പറയുന്നു, മാർക്കറ്റ് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, ഇതങ്ങനെയല്ല. ഉറപ്പായിട്ടും ഇന്നത്തെ ദിവസം ഈ ഒരു ന്യൂസ് വരും എന്ന് നമുക്കൊരു ഉറപ്പുണ്ട്. അതുകൊണ്ടിട്ട് നമുക്ക് അതിനുള്ള പ്രിക്കോഷൻ എടുക്കാം എന്നുള്ളതാണ് എനിക്ക് ഫസ്റ്റിലെ പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ ബാക്കിയുള്ള നമ്മളുടെ വാർ അപ്ഡേറ്റ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സോ ഉറപ്പായിട്ട് നമ്മളുടെ വാർ അവസാനിക്കാൻ പോവുകയാണ് എന്നുള്ളൊരു ഹോപ്പ് ഡൊണാൾഡ് ട്രംപ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു സ്പീച്ചിൽ, അതായത് കഴിഞ്ഞ സൺഡേ ഈവനിങ് അല്ലെങ്കിൽ നമ്മുടെ മൺഡേ മോർണിംഗ് ഒക്കെ സമയത്ത് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാർ അവസാനിക്കാനായിട്ട് പോവുകയാണ് എന്നുള്ളൊരു കാര്യം പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ അതിനുശേഷം ഒരു അവരുടെ മിലിറ്ററി, ഇസ്രായേലിൻ്റെ ആണെങ്കിലും US-ൻ്റെ ആണെങ്കിലും മിലിറ്ററി അവിടെ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോവുകയാണ്. അതിൻ്റെ വൺ ഓഫ് ദ റീസൺ എന്താ വെച്ചാൽ ഇപ്പോൾ ഇറാൻ്റെ ലീഡർഷിപ്പ്, അതായത് നമ്മുടെ പഴയ ഇറാൻ്റെ ലീഡറിൻ്റെ മകനാണ് പുതിയതായിട്ട് സുപ്രീം ലീഡറായിട്ട് ചാർജ് എടുത്തിട്ടുള്ളത്, അല്ലേ? മൊജ്തബ കമീനി എന്ന് പറയുന്ന പുള്ളിക്കാരൻ ചാർജ് എടുത്തത് കൊണ്ടിട്ട് തന്നെ ഈ ഒരു വാർ അവസാനിക്കത്തില്ല, അല്ല ഇപ്പോഴൊന്നും അവസാനിക്കുന്നില്ല എന്നുള്ളൊരു കാര്യവും കൂടെ നമ്മൾ മനസ്സിലാക്കി പോകണം. അതേപോലെ തന്നെ ഈ ഒരു വാർ അതേപോലെ തന്നെ നിലനിന്ന് കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കി പോവുക. അതേപോലെ തന്നെ US ട്രേഡ് പോളിസി, ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇപ്പോൾ US ട്രേഡ് റെപ്രസെൻറ്റേറ്റീവ് പറഞ്ഞിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ 10% താരിഫിൽ നിന്ന് 15% താരിഫിലോട്ട് മാറ്റാൻ പോവുകയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുക. സോ ഇതെല്ലാം ഗോൾഡിനെ സപ്പോർട്ട് ചെയ്യുന്ന ന്യൂസുകളാണ് എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, ഗോൾഡ് പെട്ടെന്നൊന്നും താഴോട്ട് പോകാത്തതിൻ്റെ റീസണും ഇത് തന്നെയാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ ഉറപ്പായിട്ട് നമ്മളുടെ CPIയുടെ ഡേറ്റ, നമ്മൾ പറഞ്ഞതുപോലെ CPIയുടെ ഡേറ്റ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുക. അതേപോലെ തന്നെ നമ്മളുടെ എനർജി സപ്ലൈ റിസ്ക് നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ പല സ്ഥലങ്ങളിലും ഗ്യാസുകൾ കിട്ടാനില്ല, അല്ലേ? സോ അങ്ങനെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുമൂലം എന്താണ് ഉണ്ടാകുന്നത്? ഇൻഫ്ലേഷൻ കൂടും, അല്ലേ? അതേപോലെ ഓയിലിൻ്റെ വില ഓൾറെഡി കൂടി നിൽക്കുകയാണ്. അപ്പോൾ ഇൻഫ്ലേഷൻ കൂടുന്നതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അതാണ് ഗോൾഡ്. ഓക്കെ, സോ അതുകൊണ്ടിട്ടും ഗോൾഡിനെ അങ്ങനെയും സപ്പോർട്ട് വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ട്രേഡിലോട്ട് ഇറങ്ങാനായിട്ട്. ഇതെല്ലാം നമ്മൾ ട്രേഡ് എടുക്കാതിരിക്കാനായിട്ടല്ല, ഉറപ്പായിട്ടും നമ്മളുടെ ലെവൽസിലോട്ട് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ട്രേഡ് എടുത്ത് തന്നെ പോകണം. പക്ഷേ സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് എടുക്കാനും പാടില്ല എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനായിട്ടുള്ളത്. ഓക്കെ, കാരണം വാറെങ്ങാനും അവസാനിച്ചു എന്നുള്ളൊരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ളൊരു മാർക്കറ്റ് താഴോട്ട് പോകാനായിട്ടുള്ള ഒരു കാരണമായേക്കാം. ഓക്കെ, സോ അതുകൊണ്ടിട്ട് എപ്പോഴും സ്റ്റോപ്പ് ലോസ് വെച്ച് തന്നെ ട്രേഡിലോട്ട് ഇറങ്ങുക. ഓക്കെ, ബൈ സൈഡിലോട്ടായാലും സെൽ സൈഡിലോട്ടായാലും. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് പല ആൾക്കാരും നമ്മൾ ഏത് ബ്രോക്കറാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ബ്രോക്കർ വന്നിട്ട് സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞിട്ട് ബ്രോക്കറാണ്. ഓക്കെ, സോ സ്റ്റാർ ട്രേഡറിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ
ഇല്ല, നമ്മൾ ഏറ്റവും സ്റ്റാർ ട്രേഡറല്ല, നിങ്ങൾ ഏതൊരു ബ്രോക്കർ യൂസ് ചെയ്താലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ആ കമ്പനിയുടെ റെഗുലേഷൻസ് ആണ്. ഓക്കെ, സോ സ്റ്റാർ ട്രേഡിൻ്റെ റെഗുലേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ UAE ബേസ് ചെയ്തിട്ടുള്ള CMAയുടെ റെഗുലേഷൻ ഉണ്ട്, ഓസ്ട്രേലിയ ബേസ് ചെയ്തിട്ട് ASICയുടെ റെഗുലേഷൻ, സൗത്ത് ആഫ്രിക്ക ബേസ് ചെയ്തിട്ട് FSCയുടെ 3 മേജർ റെഗുലേഷനുള്ള ബ്രോക്കറാണ്. അതിൻ്റെ കൂടെ മൗറീഷ്യസ് ബേസ് ചെയ്തിട്ടുള്ളതൊക്കെ എന്താ പറയുക റെഗുലേഷൻസ് ഉള്ളൊരു ബ്രോക്കറാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അതിൻ്റെ കൂടെ പുറമെ $100,000 വരെ ലോയിഡ്സ് ബാങ്ക് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ക്യാപിറ്റൽ എന്നുള്ളത് ഒരു അഡീഷണൽ പോയിൻ്റാണ്. ഓക്കെ, സോ പിന്നീട് നമ്മുടെ ഈ ഒരു നമ്മുടെ സ്പോൺസർഷിപ്പുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്പോൺസർഷിപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സ്പോൺസർഷിപ്പുകൾ ഇപ്പോൾ UAE ടീമിനെ റീസെൻ്റ് ആയിട്ടുള്ള വേൾഡ് കപ്പിൽ UAE ടീമിനെ സ്പോൺസർ ചെയ്തത് സ്റ്റാർ ട്രേഡറാണ്. ഓക്കെ, സോ അതേപോലെ തന്നെ NBA സ്പോൺസർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സ്പോൺസർഷിപ്പുകൾ ചെയ്യുന്ന ഒരു കമ്പനിയാണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ അതിനെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ കമ്പനി കൊടുക്കുന്ന ഒരു ഡെപ്പോസിറ്റ് ബോണസ് എന്താ വെച്ചാൽ ആദ്യത്തെ $500 50% ബോണസും ടോട്ടൽ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ 20% ബോണസും കമ്പനി കൊടുക്കുന്നുണ്ട്. അതായത് $1,000 ഡെപ്പോസിറ്റ് ചെയ്താൽ $1,350 ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. ഓക്കെ, അത് കമ്പനി നമുക്ക് തരുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ്. സോ അത് വെച്ചിട്ട് നമുക്ക് ലോങ്ങർ ടേമിലോട്ട് പൊസിഷൻസ് എടുത്ത് വെക്കാം എന്നുള്ളതൊരു ഭയങ്കര വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. യൂറോപ്യൻ ക്ലയൻസ് ആണെങ്കിൽ ആദ്യത്തെ $1,000 100% ബോണസാണ് കമ്പനി കൊടുക്കുന്നത്. ബാക്കി എപ്പോഴൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു അപ്പോഴൊക്കെ 20% ബോണസും കമ്പനി കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ സ്റ്റാർ ട്രേഡിനകത്ത് നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. UAE കസ്റ്റമേഴ്സ് ആണെങ്കിൽ UAEയിലുള്ള പ്രത്യേക ലിങ്കാണ്, നോക്കി തന്നെ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്നെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്താൽ ഡയറക്റ്റ്ലി ഞാൻ നിങ്ങളുടെ ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജറായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. സോ നമ്മൾ ഇന്നലെ USD JPYയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ് ട്രെൻഡ് തന്നെയാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഒരു പുൾ ഓഫ് കിട്ടിക്കഴിഞ്ഞാൽ 157 അവിടെ നിന്നുള്ളൊരു ബൈ എടുത്ത് മുന്നോട്ട് പോകാം എന്നുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ കറൻറ്റ്ലി നിൽക്കുന്നത് 157.995 നിൽക്കുന്നു. സോ ബേസിക്കലി കഴിഞ്ഞ 1 അവർ ക്യാൻഡിലാണെങ്കിലും ഇപ്പോൾ നമ്മുടെ ഏഷ്യൻ മാർക്കറ്റ് ഓപ്പൺ ആയതാണെങ്കിലും എല്ലാം മാർക്കറ്റ് എന്താണ് നമ്മുടെ 158 മുകളിലായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളൊരു കാര്യം നമുക്ക് കാണാം. സോ 158 അല്ലെങ്കിൽ യൂറോപ്യൻ സെഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷവും 158 മുകളിലായതുകൊണ്ടിട്ട് തന്നെ 158 സപ്പോർട്ട് എടുക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പോൾ മണി 11:57 ഇന്ത്യൻ ടൈമാണ്. ഓക്കെ, സോ അടുത്ത ക്യാൻഡിലും 158 മുകളിലാണ് എങ്കിൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. 158 അവിടുന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 157.40 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടണം. അത് നിർബന്ധമായിട്ടും ഇട്ട് പോവുകയും ചെയ്യണം. ഓക്കെ, സോ ഇതാണ് എനിക്ക് USD JPYയിൽ പറഞ്ഞു തരാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്തെങ്കിലും ബാങ്ക് ഓഫ് ജപ്പാൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു വെർബലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യം കൂടെ കെയർഫുള്ളായിട്ടിരിക്കണം. ഓക്കെ, സോ അങ്ങനത്തുള്ള ന്യൂസുകളൊക്കെ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി വേണം JPYയിൽ ട്രേഡ് എടുത്ത് പോകാനായിട്ട്. ഓക്കെ, GBP USD ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇഫ് 1.3460 എന്താ പറയുന്ന റെസിസ്റ്റൻസ് അത് ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ വീണ്ടും നമുക്ക് ഒരു സെൽ സൈഡിലോട്ട് നിൽക്കാം. 1.3460 അവിടുന്ന് സെല്ല് ചെയ്ത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ സെല്ല് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ഇന്നലെയും കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, സോ വീണ്ടും എനിക്ക് അത് തന്നെയാണ് പറയാനായിട്ടുള്ളത്. നമുക്ക് ഇനി 1.3400 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. 1.3400. ഓക്കെ, അതായത് നമുക്ക് വീണ്ടും ഈ ഒരു ലെവൽ 1.3400 1.3410 ലെവലിലൊക്കെ കിട്ടുകയാണെങ്കിൽ അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. 1.3380 താഴായിട്ട് വേണമെങ്കിൽ ടൈറ്റായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കാം. കുറച്ചുകൂടെ വൈഡൻ ചെയ്ത് വെക്കണം എന്നുള്ള ആൾക്കാർക്ക് 1.3360 താഴെയായിട്ട് വെച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ഇതാണ് എനിക്ക് GBPയിൽ പറയാനായിട്ടുള്ളത്. ഇല്ലാത്ത പക്ഷം 1.3490 അല്ലെങ്കിൽ 3500 അവിടെ നിന്ന് റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അവിടെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് താഴോട്ട് പോകാനുള്ള പോസിബിലിറ്റി ആണ് എങ്കിൽ നമുക്ക് അവിടെ നിന്ന് വേണമെങ്കിലും സെല്ല് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. അവിടെ നിന്ന് സെല്ല് ചെയ്യുന്ന ആൾക്കാർ 1.3540 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും. അത് നിർബന്ധമായിട്ടും വെച്ച് പോവുകയും ചെയ്യണം. ഓക്കെ, സോ യൂറോയിലോട്ട് വരുമ്പം യൂറോ ഒരു ബെയറിഷ് മൊമെൻറ്റമാണ് നമുക്ക് കാണിക്കുന്നത്. സോ ഇന്ന് എനിക്ക് പ്രത്യേകിച്ചൊന്നും യൂറോയിൽ പറയാനായിട്ടില്ല. ഞാൻ നോക്കിയിട്ടൊന്നും എനിക്ക് പ്രത്യേകിച്ച് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും പറയാനായിട്ടില്ല യൂറോയിൽ.
ഓക്കെ, നമുക്കുള്ളൊരു ലോങ്ങർ ടേം ഓപ്പർച്യൂണിറ്റി എന്താ വെച്ചാൽ 1.1500 എവിടെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. അതാണ് ഒരു ലോങ്ങർ ടേം സപ്പോർട്ടായിട്ട് യൂറോയ്ക്ക് ഉള്ളത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി അവിടെ നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളൊരു കാര്യമാണ്. 1.1500 അവിടുന്ന് ബൈ എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഓക്കെ, സോ ഇതാണ് എനിക്ക് യൂറോയിൽ പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഇല്ലാത്ത പക്ഷം യൂറോയിൽ നിന്ന് മാറി നിൽക്കുക തൽക്കാലം. കാരണം 1.1600 അവിടെ ഇന്ന് സപ്പോർട്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യത്തിനകത്ത് എനിക്ക് ഡൗട്ടുണ്ട്. ഇന്നലെ അവിടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇന്ന് 1.1500 എന്നുള്ളൊരു ബൈ മാത്രമാണ് എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, കുറച്ചുകൂടെ സേഫർ എൻട്രി അല്ലെങ്കിൽ നമുക്കൊരു 1.1700 അവിടെയൊക്കെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് വേണമെങ്കിൽ സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടും തെറ്റില്ലാത്ത കാര്യമാണ്. ഓക്കെ, സോ നേരെ നമ്മളുടെ ഗോൾഡിലോട്ട് വരാം. ഗോൾഡ് 5205 ആണ് ഇപ്പോൾ നിൽക്കുന്നത് മാർക്കറ്റ്. ഓക്കെ, സോ ഇന്നലെ മാർക്കറ്റ് ഹൈ പോയത് 5236 വരെയൊക്കെ മാർക്കറ്റ് ഇന്നലെ ഹൈ പോയിട്ടുമുണ്ട്. ഓക്കെ, ഇന്ന് മാർക്കറ്റ് ലോ പോയത് ഏഷ്യൻ 5100. ഇന്നലെ മാർക്കറ്റ് ലോ പോയത് 5160 ലെവലിലോട്ടൊക്കെ മാർക്കറ്റ് ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് മാർക്കറ്റ് ലോ പോയത് ഇന്ന് മാർക്കറ്റ് ലോ പോയത് 5182 റേഞ്ചിലൊക്കെയായിരുന്നു. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ 5190 എന്ന് പറയുന്നത് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നു. ഓക്കെ, 5200 മുകളിലായിട്ട് സപ്പോർട്ട് ചെയ്യും എന്നുള്ളൊരു വിശ്വാസം ആണ് നമുക്കുള്ളത്. ആ ഒരു കാര്യമാണ് നമുക്കുള്ളത്. അവിടെ 5200 അവിടെ നിന്ന് വേണമെങ്കിലോ 5190 അവിടെ നിന്ന് വേണമെങ്കിലോ നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഓക്കെ, 5000 ടൈറ്റായിട്ട് വെക്കണം എന്നുള്ള ആൾക്കാർക്ക് 5180 താഴെയായിട്ട് ഒരു $5-6 താഴെയായിട്ട് ടൈറ്റായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കാം. വൈഡൻ ചെയ്ത് വെക്കണം എന്നുള്ള ആൾക്കാർക്ക് 5155 താഴെ ഓൾമോസ്റ്റ് 5148 റേഞ്ചിലോട്ടൊക്കെ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും. ഓക്കെ, സോ ഇഫ് യു ആർ ടേക്കിംഗ് എ ബൈ ഓൺ 5190 ബൈ ചെയ്യുന്നതെങ്കിൽ ഒരു 5148 സ്റ്റോപ്പ് ലോസ് വെച്ചാൽ കുഴപ്പമില്ല. ഓക്കെ, അല്ലാത്ത ആൾക്കാർക്ക് 5200 അവിടെയാണ് ബൈ ചെയ്യുന്നതെങ്കിൽ 5180 താഴെയായിട്ട് അല്ലെങ്കിൽ വൈഡൻ ചെയ്ത് വെക്കണം. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വൈഡൻ ചെയ്ത് വെക്കാം. ഫസ്റ്റ് ടേക്ക് പ്രോഫിറ്റ് നമുക്ക് 5235-36 റേഞ്ചിൽ വെക്കാം. മേജറായിട്ടുള്ള റെസിസ്റ്റൻസ് വരുന്നത് 5260 എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കി പോവുക. ഓക്കെ, സോ ഇതാണ് എനിക്ക് ഗോൾഡിനകത്ത് പറയാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് 5190 താഴെയായിട്ട് 1 അവർ ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്യുകയും അവിടെ സസ്റ്റെയിൻ ചെയ്തൊരു 4 അവർ ക്യാൻഡിലൊക്കെ അവിടെ നിന്നാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാർക്കറ്റ് ടൈമിങ്ങിലോ ക്ലോസിങ്ങിലോ 5190 താഴെയാണ് മാർക്കറ്റ് എങ്കിൽ 1 അവർ ക്യാൻഡിലെങ്കിൽ മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിലോട്ട് പോവുകയും വീണ്ടും ഒന്നും കൂടെ മേജർ സപ്പോർട്ടായിട്ടുള്ള 5160 വീണ്ടും ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണ് 5190 അവിടെ താഴെ സസ്റ്റെയിൻ ചെയ്യുന്നത് കണ്ടാൽ പിന്നീട് അവിടുന്ന് ബൈ എടുക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. 5160 എത്തിയതിന് ശേഷം മാത്രം ബൈ ചെയ്ത് മുന്നോട്ട് പോവുക. ഈവൻ 60 നമുക്ക് ടൈറ്റായിട്ട് തന്നെ 5148-45 റേഞ്ചിൽ ടൈറ്റായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ച് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് അവിടുത്തെ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ വെയിറ്റ് ഫോർ 1 അവർ ക്യാൻഡിൽ. ഓക്കെ, ഇതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. 1 അവർ ക്യാൻഡിലിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇത് ഞാൻ ചെയ്യുന്ന ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് കേട്ടോ. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വേറെ 15 മിനിറ്റിലുള്ളതും 5 മിനിറ്റിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്ന രീതിയിൽ ചെയ്താൽ മതി. ഞാൻ മേജറായിട്ടുള്ളൊരു കാര്യമായിരിക്കും പറയുന്നത്. കുറച്ചുകൂടെ ഒരു കുറച്ച് നേരം നിൽക്കുന്ന ട്രേഡായിരിക്കും നമ്മൾ പറഞ്ഞു പോകുന്നത് അല്ലേ. സോ ബേസിക്കലി 5190 താഴെയായിട്ട് മാർക്കറ്റ് അടുത്ത ഒരു 1 അവർ ക്യാൻഡിൽ അതിൻ്റെ താഴെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ വെയിറ്റ് ചെയ്യാം, അവിടുന്ന് ബൈ ചെയ്യാതിരിക്കുക. ഓക്കെ, സോ ഇപ്പോൾ മാർക്കറ്റ് 5204 നിൽക്കുന്നു. സോ നേരെ ഈ ഒരു ക്യാൻഡിൽ 5200 എത്താൻ നേരത്ത് ചാടിക്കയറി ബൈ ചെയ്യരുത്. സോ വെയിറ്റ് ഫോർ 1 അവർ. ഓക്കെ, സോ അടുത്ത 1 അവർ ക്യാൻഡിൽ 5190 മുകളിലാണ് എങ്കിൽ നമുക്ക് ബൈ ചെയ്യാം. അല്ല 5190 താഴെയാണ് എങ്കിൽ വെയിറ്റ് ചെയ്യാം. ഓക്കെ, അതിൻ്റെ അടുത്ത ക്യാൻഡിലും 5190 താഴെയാണോ എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. എന്നിട്ട് അവിടുന്ന് സെല്ല് എടുക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. വെയിറ്റ് ചെയ്യുക. മാർക്കറ്റ് മോസ്റ്റ് പ്രോബ്ലി മാർക്കറ്റ് വിൽ ബി ഗോയിങ് ടു 5160. ഓക്കെ, എന്നിട്ട് അവിടെ നിന്ന് ബൈ ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്.
ഓക്കെ, അവിടെയും നമ്മൾ 1 hour ക്യാൻഡിൽ അവിടെ സ്റ്റാർട്ട് ചെയ്തു, അവിടെ ബോഡി സ്റ്റാർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ബൈ ചെയ്യാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ അവിടെ സപ്പോർട്ട് ചെയ്യൂല. ഓക്കെ, സോ ഇതാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ളത്. എന്ത് ട്രേഡ് എടുത്താലും നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ഇടുക. ഓക്കെ, സോ നോർമലി നിങ്ങൾ ഒരു ലോട്ടിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ എല്ലാ ട്രേഡിലും ഒരു ലോട്ട് എടുക്കാതിരിക്കുക. സ്റ്റോപ്പ് ലോസ് എത്രയാണെന്ന് ആലോചിക്കുക. സ്റ്റോപ്പ് ലോസിൽ ഒരു കാരണവശാലും നമ്മുടെ 5% കൂടുതൽ ക്യാപിറ്റൽ പോകത്തില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ആ ലോട്ട് സൈസ് തീരുമാനിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു ലോങ്ങർ ടേമിൽ നല്ലൊരു ട്രേഡറായിട്ട് മാറാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷൻ ആയിട്ട് നമ്മൾ നാളെ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.